നമസ്കാരം. നമ്മൾ ഈ കുട്ടിക്കാലത്ത് ധാരാളം കടങ്കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പലതും നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് മറക്കാൻ കഴിയാത്ത രസകരമായ, ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കടങ്കഥ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ഞാനൊരു സംഖ്യ രണ്ടക്കം, നാലക്ഷരമാണ് എന്മേനി, ഒന്നും രണ്ടും മണവാളൻ, രണ്ടും മൂന്നും ചെറുധാന്യം, ഒന്നും മൂന്നും ചേർന്നാലോ ഒന്നാന്തരം ഒരു വൻവൃക്ഷം, മൂന്നും നാലും ചേർന്നാലോ മീൻവേട്ടയ്ക്കൊരു വിഷവസ്തു. ഇതാണ് ഇതിൻ്റെ ചോദ്യം. ഉത്തരം പറയാമോ? ഏതായാലും ഉത്തരവും പറയാം. ഇതിൻ്റെ ഉത്തരം 15 എന്നാണ്. 15 എന്ന് നമ്മൾ എഴുതുമ്പോൾ 2 അക്കം, 1, 5, 2 അക്കമുണ്ട്. അതാണ് ഞാനൊരു സംഖ്യ രണ്ടക്കം. അതിനെ നമ്മൾ മലയാളത്തിലേക്ക് എഴുതുമ്പോൾ പ-തി-ന-ഞ്ച് 4 അക്ഷരം കിട്ടും. അതാണ് നാലക്ഷരമാണ് എന്മേനി. അതിനെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചാൽ ഒന്നും രണ്ടും മണവാളൻ, ഒന്നാമത്തെയും രണ്ടാമത്തെയും അക്ഷരം പതി എന്നതാണ്. പതിക്ക് ഭർത്താവിന് മണവാളൻ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഒന്നും രണ്ടും മണവാളൻ. രണ്ടും മൂന്നും ചെറുധാന്യം, രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരവും കൂടി നമ്മൾ ചേർത്ത് വായിച്ചാൽ തിന എന്ന് കിട്ടും. തിന ഒരു ചെറിയ ധാന്യമാണല്ലോ. അതുപോലെ ഒന്നും മൂന്നും ചേർന്നാലോ ഒന്നാന്തരമൊരു വൻവൃക്ഷം, ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പന എന്ന് കിട്ടും. പന ഒരു വലിയ വൃക്ഷമാണ്. അതുപോലെ മൂന്നും നാലും ചേർന്നാലോ മീൻവേട്ടയ്ക്കൊരു വിഷവസ്തു, മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരം ചേരുമ്പോൾ നഞ്ച് എന്ന് കിട്ടും. ഇതൊരു വിഷവസ്തുവാണ്. പണ്ട് മീൻ പിടിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയാണ്. ഇത്തരം ധാരാളം കടങ്കഥകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. തീർച്ചയായും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.